മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ അപകടമാണ് മുതലപ്പുഴയിൽ സംഭവിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വള്ളം രണ്ടായി പിളർന്നു. ജിബിൻ ജെബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജിബിൻ, 2 തവണ അപകടമുണ്ടായി, എല്ലാവരെയും രക്ഷിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് മൂന്നാമത്തെ അപകടമുണ്ടായത്? ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? മാധു, അല്പസമയം മുൻപാണ് നമ്മൾ ഈ കാണുന്ന പെരുമാതുറ മുതലപ്പുഴയുടെ ഈ ഒരു മധ്യഭാഗത്ത് വെച്ച് വീണ്ടും ഒരു വള്ളം അപകടത്തിൽപ്പെടുന്നത്. ഈ നമ്മൾ കണ്ടുകൊണ്ട് നിന്ന സമയത്ത് തന്നെ വലിയ തെരിയിൽപ്പെട്ട് ഈ ഒരു വള്ളം രണ്ടായി പിളരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉടൻ തന്നെ കടലിലുണ്ടായിരുന്ന മറ്റ് മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളാണ് ഉടൻ തന്നെ സമീപത്തേക്ക് എത്തി ഈ വള്ളത്തിലുണ്ടായിരുന്നത്, അതായത് രണ്ടായി പിളർന്ന വള്ളത്തിലുണ്ടായിരുന്നവരെയൊക്കെ തന്നെ ഈ വള്ളത്തിൽ കയറ്റി ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വള്ളം ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട് മറിഞ്ഞ വള്ളം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം അറിയാം, ഇവിടെ ഈ മുതലപ്പുഴയിൽ നിന്ന് കായലിൽ നിന്ന് കടലിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവർ ഏകദേശം 5 മിനിറ്റോളം ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കെ തന്നെ 5 മിനിറ്റോളം ഇവർ ഈ ഓരോ തിരമാലകൾ മാറുന്നതിന് വേണ്ടി ഇവർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ പിന്നെയും വലിയ വള്ളങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇവർ ഇവിടെ നിന്ന് ഓരോ തിരമാലകളെയും അതിജീവിച്ചുകൊണ്ട് കടലിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ കൂട്ടത്തിലെത്തിയ ഒരു വലിയ തിരയിൽപ്പെട്ട് ഈ ഒരു വള്ളം രണ്ടായി പിളരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നത്തെ ഒറ്റ ദിവസം തന്നെ ഇവിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ അപകടമാണിത്. രാവിലെ 6:15 അതുപോലെ 7:30 2 അപകടങ്ങൾ ഈ പെരുമാതുറ മുതലപ്പുഴയിൽ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടായിരുന്നു. ഈ വർഷം, അതായത് ഈ വർഷം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക് 25 അപകടങ്ങളാണ് ഈ മുതലപ്പുഴി ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിൽ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, ഏകദേശം 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ മുതലപ്പുഴയിൽ തന്നെ ഒരു വള്ളം മറിഞ്ഞ അതിൽ ബെനഡിക്റ്റ് എന്ന് പറയുന്ന 5 തെങ്ങ് സ്വദേശിയെ കാണാതായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരവും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പുതുക്കുറിച്ചി തീരത്ത് നിന്ന് ആ ഒരു മൃതദേഹവും കണ്ടെത്താനായത്. അതായത് ഓരോ മത്സ്യത്തൊഴിലാളിയും ഈ പെരുമാതുറ മുതലപ്പുഴയിൽ നിന്ന് കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നത് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അതിനുശേഷമാണ് ഓരോ മത്സ്യത്തൊഴിലാളിയും ഈ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കടലിലേക്ക് പോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വരുന്നത് ഒരു വലിയ വള്ളമാണ്. നേരത്തെ അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയൊക്കെ ഈ വള്ളത്തിലേക്കാണ് കയറ്റിക്കൊണ്ട് അവർ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ അപകടത്തിൽപ്പെട്ട രണ്ടായി പിളർന്ന വള്ളത്തിനെ ഇവർ ഈ വള്ളത്തിൽ തന്നെ കെട്ടിവലിച്ച് കരയിലേക്ക് എത്തിച്ച ശേഷമാണ് ഇതിലുണ്ടായിരുന്ന തൊഴിലാളികളെ കയറ്റി ഇപ്പോൾ ഹാർബറിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ ഓരോ വള്ളങ്ങളും, ഈ മത്സ്യബന്ധനത്തിനായി പോകുന്ന വള്ളങ്ങളും അതുപോലെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തുന്ന വള്ളങ്ങളും ഈ ഒരു ഭാഗം, അതായത് ഈ മുതലപ്പുഴയുടെ ഈ പുഴി മറികടന്ന് വേണം അവർക്ക് ഹാർബറിലേക്ക് എത്തുന്നതിന് വേണ്ടി. പക്ഷേ ഈ മുതലപ്പുഴയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം ഈ കാണുന്ന പുഴയിൽ വലിയ തിരമാലകളാണ് അടിച്ചു കയറുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ പുലിമുട്ടകളൊക്കെ തന്നെ വലിയ തിരമാലകൾ അടിച്ച ശേഷം ഈ പുലിമുട്ടകളൊക്കെ തന്നെ ഈ കടലിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീതി കുറഞ്ഞു. വീതി മാത്രമല്ല, ആഴവും കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 9 മീറ്ററോളം നീളം വേണ്ടെടുത്ത് ഇപ്പോൾ 6 മീറ്ററിന് താഴെ മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ വിസ്തൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, അടിക്കടി ഇവിടെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ മത്സ്യബന്ധനം ഏറെക്കുറെ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ വള്ളങ്ങളുമായി കൊല്ലം ഹാർബറിലേക്കും അതുപോലെ വിഴിഞ്ഞം ഹാർബറിലേക്കും ഒക്കെ തന്നെ ഇവിടുത്തെ വള്ളങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സ്യബന്ധനത്തിന്റെ വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ 3 അപകടങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരൊറ്റ വർഷത്തിനുള്ളിൽ മുതലപ്പുഴയിൽ പൊഴിഞ്ഞ ജീവനുകൾ എത്രയാണ് എന്നത് ഞെട്ടിക്കുന്ന കണക്കുമാണ്. ജിബിനാണ് വിവരങ്ങൾ നൽകിയത്.